2047 ആകുമ്പോൾ ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുമെന്നുള്ള പ്രഖ്യാപനം നടക്കുന്നു. ഞാനല്ല ഇത് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ പൊട്ടന്മാരാണോ ഇവിടുത്തെ ഹിന്ദുക്കൾ? പൊട്ടന്മാരാണോ? ബുദ്ധിയില്ലെന്നാണോ ഇവരൊക്കെ വിചാരിക്കുന്നത്? ഈ കോടതിയൊക്കെ പോകും. ഇവിടെ വരാൻ പോകുന്നത് ശരീഅത്ത് കോടതിയാണെന്ന് അവർ പറയുന്നു. അത് വേണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ. ഇവിടെ വരാൻ പോകുന്നത് മതാധിഷ്ഠിത രാഷ്ട്രമാണെന്ന് അവർ പറയുന്നു. ഞാനല്ല. വേണമോ വേണ്ടയോ, അതിന് അവസരം കൊടുക്കണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ. എന്താണ് ഹിന്ദുക്കളെ, നിങ്ങൾ പൊട്ടന്മാരാണോ? നിങ്ങൾ ചിന്തിക്കൂ. ഇവനെ പോലത്തെ ഈ എന്താ പറയുക, കാവ്യവേഷിട്ട ചെങ്ങായിമാര്, അല്ല അങ്ങനെ വേണ്ട, കാവ്യവേഷിട്ട ചെന്നായ്ക്കൾ പറയുന്നത് ചിന്തിക്കൂ. നിങ്ങൾ പൊട്ടന്മാരാണോ? ഉണരൂ ഹിന്ദു, ഉണരൂ. നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ? ഇക്കഴിഞ്ഞ മലപ്പുറം മാഘമേളയിൽ സംസാരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അതിന് മുമ്പും സംസാരിച്ചിട്ടുള്ള ഒരു കാവ്യ ഇട്ട ഞാൻ ആ പറഞ്ഞ ചെന്നായി എന്ന് വേണേൽ പറയാം. നമുക്ക് ഞാൻ തെറി വിളിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ഒരാൾ കാവ്യ ഇട്ടതുകൊണ്ട് സ്വാമി ആയിക്കൊള്ളുന്നില്ലല്ലോ അല്ലേ? കാവ്യ ഇട്ടതുകൊണ്ട് സ്വാമി ആയിക്കൊള്ളുന്നില്ല. മനസ്സും ശരീരവും വാക്കുകളും ചിന്തകളും ഒക്കെ ശുദ്ധമാവണം ഒരു സ്വാമി ആവണമെങ്കിൽ. അപ്പം പിന്നെ അങ്ങനെ അല്ലാണ്ട് ചിന്തിക്കുന്ന ആളുകളെ ചെന്നായിന്നോ പട്ടിയെന്നോ നായിന്നോ ഒക്കെ വരെ വിളിക്കാം. അപ്പം കാവ്യയിട്ട ചെന്നായി എന്ന് പറയുമ്പോൾ ഒരു പ്രാസം ഒപ്പിച്ചു എന്ന് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ചോദിക്കട്ടെ, ഈ മഹാകുംഭമേള അല്ലെങ്കിൽ മാഘമേളയിൽ ഞാൻ കരുതിയിരുന്നത് ഭക്തി നിർഭരമായിട്ടുള്ള ഒരു സ്ഥലം, ഇത്രയും ദിവസം ഭയങ്കരമായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് യു പിയിൽ നടന്നതിനേക്കാൾ നല്ല രീതിയിൽ നടന്ന ഒരു കുംഭമേള നമ്മുടെ കേരളത്തിൽ മലപ്പുറത്ത് നടന്നു. അതും മലപ്പുറത്ത് ഞാൻ പറയുന്നില്ല, കേരളത്തിൽ ഒരു മലപ്പുറം എന്ന സ്ഥലത്ത് നടന്നു. അവിടെ മലപ്പുറമാണ്, മുസ്ലിമാണ്, കാക്കാനാണെന്നൊന്നും പറയേണ്ട കാര്യം നമുക്കില്ല. നല്ല സ്റ്റൈലായിട്ട് തുടക്കം മുതൽ അവസാനം വരെ നടന്നു. ചില പാലം പണിയുടെ കാര്യത്തിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായി എങ്കിലും തുടങ്ങി അന്ന് മുതൽ അവസാനം വരെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായോ? എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായോ? എന്തിനെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായോ? ഇല്ല. യു പിയിൽ എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? അതുപോലും ഇവിടെ ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നങ്ങളും ഇല്ല. എന്ത് സുഖകരമായിട്ട് നടന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച എന്താണ്, അവിടെ നടക്കുന്നത് ഭക്തി നിർഭരമായിട്ടുള്ള ഒരു കുംഭമേള, സ്നാനവും അതിൻ്റെ ബാക്കിയുള്ള ഹോമങ്ങളും യാഗങ്ങളും എല്ലാം നടന്ന ഒരു കുംഭമേള. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ നടന്ന ഇത്തരം പ്രോഗ്രാമുകൾ കൂടെ ഇത്തരം വിത്തുക്കൾ, വിഷജന്തുക്കൾ വന്നിട്ട് വിഷം തേച്ച് വിട്ടിട്ടുണ്ട് അവിടെ വന്ന ഭക്തരുടെ മനസ്സിലോട്ട് എന്നുള്ളത് കണ്ടതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്ത് റിപ്ലൈ കൊടുക്കാതെ വിചാരിച്ചത്. അല്ലെങ്കിൽ ഇത് മിണ്ടാനോ അതിൻ്റെ പിന്നാലെ പോകേണ്ടതില്ല. കാരണം ഈ ചെന്നായിയുടെ വാലൊന്നും നേരാക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അവൻ്റെ ഉള്ളിലെ വിഷം ഇല്ലാണ്ടാക്കാനും പറ്റില്ല. പക്ഷേ അവൻ പറയുന്നത് കേട്ട് സമാധാനത്തിൽ വന്ന് അവിടെ കുറേ ഭക്തരുടെ ഉള്ളിലോട്ട് ഇവ വിഷം വെച്ച് കൊടുക്കുക. അതുകൊണ്ടാണ് മറുപടി പറഞ്ഞു പോകുന്നത് നമ്മളൊക്കെ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ചെന്നായിയോട് ചോദിക്കാനുള്ള ഒരു കാര്യം, അല്ല ഏതായാലും നമുക്ക് ചെന്നായി പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് തുടങ്ങാം. അപ്പം നമുക്കതിനോട് അതിലുള്ള റിപ്ലൈ ആയിട്ട് അല്ലെങ്കിൽ മറുപടി ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇണഞ്ഞു പരിശ്രമിക്കുന്ന സംഘടനകൾ ഈ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത്. ഈ മലപ്പുറത്തല്ലേ നമ്മൾ ഇരിക്കുന്നത്? നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണമോ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന്? മലപ്പുറത്താണ്. മലപ്പുറത്തുകാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മലപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ എനിക്കറിയില്ല. ഞാൻ കേട്ടിടത്തോളം മലപ്പുറത്ത് ഒരു ഹിന്ദുവിനെ വെട്ടിക്കൊല്ലാനോ അല്ലെങ്കിൽ തല്ലിക്കൊല്ലാനോ ഹിന്ദുവിനെ മാറ്റി നിർത്താനോ ഒരു രീതിയിലും ശ്രമിച്ചിട്ടില്ല മലപ്പുറത്തുകാർ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് മലപ്പുറത്തെ ഹിന്ദുക്കളാണെങ്കിൽ, മലപ്പുറത്തെ മുസ്ലിങ്ങളാണെങ്കിലും, മലപ്പുറത്തെ ക്രിസ്ത്യാനികളാണെങ്കിലും ഒരു പ്രശ്നവും മലപ്പുറത്ത് ഉണ്ടായിട്ടില്ല. യു പിയിലെ പോലെ, ബീഹാറിലെ പോലെ, അസാമിലെ പോലെ, ഡൽഹിയിലെ പോലെ, മഹാരാഷ്ട്രയിലെ പോലെ, യു പിയിലെ പോലെ, മധ്യപ്രദേശിലെ പോലെ ഒന്നും ഒരു തരത്തിലും മുസ്ലിം ഹിന്ദു തമ്മിൽ അടിച്ചിട്ടുള്ള ഒരു വാർത്തകൾ മലപ്പുറത്ത് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് മലപ്പുറത്ത് എന്താണ് പ്രശ്നം എന്നുള്ളത് മലപ്പുറത്തുകാർ തന്നെ പറയട്ടെ. ഇയാൾക്കുള്ള മറുപടി അത് മലപ്പുറത്തുകാർ കൊടുത്തോട്ടെ. ബാക്കി കേൾക്കും. ഉണരൂ, ഉണർന്ന് പ്രവർത്തിക്കൂ, ചിന്തിക്കൂ. നാളത്തെ നമ്മുടെ ഭാവി ബംഗ്ലാദേശിലുള്ള ഹിന്ദുവിന്റെ ഭാവി ആകരുത്. പാകിസ്ഥാനുള്ള ഹിന്ദുവിന്റെ അവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാകരുത്. ഈ ഭാരതത്തെ കട്ടിംഗ് സൗത്ത് എന്ന പേരിൽ തമിഴ്നാടും കേരളവും ആന്ധ്രയും മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ഗോവയും തെലങ്കാനയും ഒക്കെ ചേർത്തുകൊണ്ട് രണ്ടായി മുറിക്കുവാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. 2047 ആകുമ്പോൾ ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുമെന്നുള്ള പ്രഖ്യാപനം നടക്കുന്നു. ഞാനല്ല ഇത് പറയുന്നത്. കേട്ടല്ലോ നിങ്ങൾ, 2047 ആകുമ്പോൾ ഭാരതത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കും എന്നാണ് നമ്മുടെ ചെന്നായി പറഞ്ഞിട്ടുള്ളത്. അല്ല ചെന്നായി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ രാജ്യം ഇപ്പം ഈ 2014 ശേഷം മോദിയുടെ കയ്യിൽ കിട്ടുന്നതിൻ്റെ മുമ്പ് കുറച്ച് കാലം ഉണ്ടായിരുന്നു നമുക്ക്. ബ്രിട്ടീഷുകാർ 1947 നമുക്ക് വിട്ട് കിട്ടി. അത്ര ഒരു 10-60 കൊല്ലം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അന്നേതാണെങ്കിലും ഈ പറഞ്ഞ ഒരു പാർട്ടി ഭരിച്ചിട്ടും ഒരു രാജ്യം ഭരിച്ചിട്ടും മുസ്ലിം രാജ്യമായിട്ടില്ല. അതുപോട്ടെ, ബ്രിട്ടീഷുകാർ 10-200 കൊല്ലം ഇവിടെ ഭരിച്ച് മുടിച്ചു പോയി അല്ലേ? ആ സമയത്തും ഇത് ക്രിസ്ത്യൻ രാജ്യമായിട്ടില്ല, അന്ന് മുസ്ലിം രാജ്യമായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. അന്നും ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയി. ഇനി 1500-കളിൽ നിന്ന് 1800-കൾ വരെ 300ഓളം കൊല്ലത്തോളം ഇവിടെ മുഗൾ ഭരണാധികാരികൾ ഇവിടെ ഭരിച്ചു. അത് കേരളത്തിൽ മാത്രമല്ല, അങ്ങ് മേലെ മുതൽ അങ്ങ് താഴെ വരെ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭരിച്ചു. എന്നിട്ടും അത്രയും വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ ഇവിടെ മുഗൾ രാജ്യം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഭരിച്ചിട്ടും ഈ രാജ്യം അന്നും മുസ്ലിം രാജ്യമായിട്ടില്ല. ഏത് ഭരണകാലത്ത് പോലും
നൂറ്റാണ്ടുകൾ ഭരിച്ചിട്ടുള്ള മുസ്ലിം രാജാക്കന്മാർക്ക് പോലും ഈ രാജ്യത്തെ ഒരു മുസ്ലിം രാജ്യമാക്കി മാറ്റാൻ ഇവിടെ പറ്റിയിട്ടില്ല. ഇനി അതിന് മുമ്പത്തെ കാലങ്ങളെടുത്താൽ ബുദ്ധനും ജൈനനും ആരെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിലും ഈ രാജ്യം എന്നും അവരുടെ ഒരു സംസ്കാരവും അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ ഒരു പ്രൗഢിയിൽ തന്നെ മുന്നോട്ട് വന്നിട്ടുള്ള രാജ്യമാണ്. മുസ്ലിങ്ങൾ ഭരിച്ചു, ക്രിസ്ത്യാനികളൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചു, അതിനു മുമ്പ് ഹിന്ദു ഭരിച്ചു, ബുദ്ധൻ ഭരിച്ചു, ജൈനം ഭരിച്ചു, ആരെങ്കിലുമൊക്കെ ഭരിച്ചു എന്ന് വിചാരിച്ചു നീ. പക്ഷെ അന്നൊന്നും നടക്കാത്തൊരു കാര്യം ഇന്ന് ഇപ്പം ഇവിടുന്ന് പൊട്ടിമുളച്ചു വരുന്നു. ആരിവിടെ ഭരിക്കാൻ വരുന്നു? 142 കോടി ആളുകളുള്ള ഇന്ത്യ മഹാരാജ്യത്ത് വെറും 15-16% വരുന്ന മുസ്ലിങ്ങൾ, വെറും 10-20-22 കോടി വരുന്ന മുസ്ലിങ്ങൾ, ഇനി ഈ രാജ്യം ഈ ബാക്കി വരുന്ന 120 കോടി ആൾക്കാരെ അങ്ങോട്ട് തീർത്തിട്ടാണോ ഈ രാജ്യം ഭരിക്കാൻ പോകുന്നത്? എന്തിനാണ് ഈ വിഷം, എന്തിനാണ് ഈ ചിന്തകളൊക്കെ ഈ മനസ്സിലോട്ട് ബാക്കിയുള്ളവരുടെ ഉള്ളിലോട്ട് കൊടുക്കുന്നത്? നിൻ്റെയൊക്കെ തലതൊട്ടപ്പമ്പരായിട്ടുള്ള സർചംഘ ചാലകങ്ങളും എല്ലാ സകല ചാലകങ്ങളും വന്ന് പറയും ഹിന്ദു രാഷ്ട്രമാണ്, ഹിന്ദു രാഷ്ട്രമാണ്, ഹിന്ദു രാഷ്ട്രമാണ്. പേടിയാണോ നിങ്ങൾക്ക്? ആണ്, അതങ്ങനെ തന്നെയാണ്. ഹിന്ദു രാഷ്ട്രം തന്നെ ആയിക്കോട്ടെ, ഇവിടെ ജനാധിപത്യം മതേതരത്വമൊന്നും വേണ്ട, ഹിന്ദു രാഷ്ട്രം തന്നെ ആയിക്കോട്ടെ. ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, അല്ല ഞങ്ങൾ മുസ്ലിം രാജ്യമാണ് ആരെങ്കിലും പറഞ്ഞു, പിന്നെ എന്തിനാ, ആരെ തോൽപ്പിക്കാനാണ്? ഇത് ഇങ്ങനെ സ്വയം പറഞ്ഞ് നാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ. സ്വയം പറഞ്ഞ് വില കളഞ്ഞ് നാറി ഒരു കാലത്തും ഗുണം പിടിക്കാണ്ട് ഇതുപോലത്തെ കാഷായ വേഷം കെട്ടി ഉള്ളിൽ വിഷം കൊണ്ട് നടന്ന് ചത്തൊടുങ്ങിപ്പോവും, ചീഞ്ഞ് കിടക്കും, അവിടെയും ഇവിടെയൊക്കെ കിടക്കും, ചീഞ്ഞ് കിടന്ന് ചത്തൊടിയുന്നവരെ ചെയ്യും. അതല്ലാണ്ട് എന്തെങ്കിലും ഒരു ഗുണം രാജ്യത്തിനോ ലോകത്തിനോ ഈ പാവപ്പെട്ട മനുഷ്യരൊക്കെ ഉണ്ടായിട്ടുണ്ടോ നിന്നോടൊക്കെ? പിച്ചവെടുക്കുന്നവൻ്റെ പിച്ചയിൽ വരെ കൈയിട്ട് വാരി നീയൊക്കെ ഞണ്ണുന്നില്ലേ? അല്ലെങ്കിൽ ആ പറഞ്ഞ പേരും പറഞ്ഞ് പറ്റിച്ച ആളുകളെ പറ്റിച്ച് നീയൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നില്ലേ? ഒരു കാലത്ത് ചത്തൊടുങ്ങുന്നില്ലേ? ഇതിൻ്റെ ഇടയ്ക്ക് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട്, മുസ്ലിങ്ങളെ മാറ്റി നിർത്ത്, സമൂഹത്തിന് വേണ്ട ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് നീയൊക്കെ 5 പൈസ നിന്റെ പോക്കറ്റിൽ നിന്ന് മുടക്കാൻ നിന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഇല്ല. കാരണം ഏത് നേരം ഈ വിദ്വേഷം പറഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ ഈ ചിന്തകൾ പറഞ്ഞ് നടക്കുന്ന ഒരു തരത്തിലും ശ്രീരാമനാണെങ്കിലും ഹനുമാനാണെങ്കിലും നിന്റെ അടുത്തോട്ടും തിരിഞ്ഞു നോക്കൂലടാ. ജട കെട്ടി തല കെട്ടിയതുകൊണ്ടും ഈ പറഞ്ഞ കാവി കോണ കെട്ടതുകൊണ്ടും നീയൊന്നും സ്വാമിയാകുന്നില്ല. നീയൊക്കെ വെറും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നായിയാണ് ആകുന്നത്. ബാക്കിയൂടെ കേൾക്കും, ഇവൻ നിർത്തുന്നില്ല, ബാക്കിയൂടെ കേൾക്കും. പല വേദികളിൽ നിന്നെന്ന് പറയുന്നു, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ നേതാക്കന്മാർ പറയുന്നു മതമാണ്, മതത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്നാണ്. ഒന്നോ രണ്ടോ ആള് മതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പാർട്ടിയിൽ പറഞ്ഞിട്ടെങ്കിൽ ആ പറഞ്ഞത് എന്താണെന്ന് നീ കേട്ടിട്ടുണ്ടോ? ആ പ്രസംഗത്തിന്റെ മൊത്തം നീ കേട്ടിട്ടുണ്ടോ? അതിന്റെ തുടക്കവും അവസാനവും നീ കേട്ടിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ട് വന്ന കേസും പുല്ലാപ്പുകളും നീ കേട്ടിട്ടുണ്ടോ? അതിൻ്റെ അവസാനത്തൊന്നും ഇല്ല എന്നുള്ള അവസാനത്തോട്ട് വന്നിട്ടുള്ള ആ ഒരു തീരുമാനങ്ങൾക്ക് നിനക്ക് വല്ലതും അറിയോ? നീ ആ ഒറ്റ ഡയലോഗ് പറഞ്ഞാൽ അത്ര ആളുകളെ പറ്റിക്കുന്നില്ലേ? മതമാണ്, ജയ് ശ്രീരാമാണ്, രാമനെ വിളിച്ചിട്ടില്ലെങ്കിൽ കൊല്ലണം, ബീഫ് കഴിച്ചാൽ കൊല്ലണം, ബീഫ് കഴിക്കാത്തവനെ പിന്നിൽ പോയി വീട്ടിൽ ബീഫ് കൊണ്ടുവച്ച് അവനെ കൊല്ലണം, ജയ് ശ്രീരാം ജയ് ഹനുമാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ കൊല്ലണം എന്നും പറഞ്ഞ് രാജ്യത്ത് ഉടനീളം പാറി ആടി നടക്കുന്ന ചെറ്റകൾ നിന്റെ കൂട്ടത്തിൽപ്പെട്ടവരാ. ഹിന്ദുക്കളല്ല, നിന്നെപ്പോലത്തെ ചെന്നായ്ക്കളാണ്. മുസ്ലിം പള്ളി പൊളിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ക്രിസ്ത്യൻ പള്ളി പൊളിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ക്രിസ്ത്യൻസ് പുൽക്കൂട് പൊളിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, കേക്കിൻ്റെ അകത്ത് ബോംബ് വരെ വെച്ച് കൊടുക്കാൻ മടിയില്ലാത്ത ചെന്നായി കൂട്ടങ്ങളാണ് നിങ്ങൾ. എന്നിട്ടാണോ നീ ഇങ്ങനത്തെ ഡയലോഗ് ആ പാവപ്പെട്ട ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ഒന്നും നിർത്തുന്നില്ല, അടുത്ത ഡയലോഗ്. ഞങ്ങൾക്ക് 7 മന്ത്രിമാർക്കുള്ള അവകാശമുണ്ട്, ഉപമുഖ്യമന്ത്രി ഞങ്ങളുടെ പാർട്ടി തന്നെ പെട്ട ആൾ തന്നെ ആകണം. ഇതൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ പൊട്ടന്മാരാണോ ഇവിടുത്തെ ഹിന്ദുക്കൾ? അല്ലടം മരപ്പൊട്ട. രാജ്യം ഭരിക്കുന്ന പാർട്ടിയിൽ അല്ലെങ്കിൽ രാജ്യം ഭരിച്ച് മുടിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയിൽ എത്ര മുസ്ലിം മന്ത്രിമാരുണ്ട്? എത്ര പേരുണ്ട്? ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പ്രശ്നമാണ്. നീ ഭരിക്കുന്ന പാർട്ടിയിലെ ആൾക്കാരെ മന്ത്രിയാക്കണമെങ്കിൽ അത് ആ പാർട്ടിയുടെ തീരുമാനം. അത് മുസ്ലിം ആണോ മുസ്ലിം അല്ലേ എന്നുള്ളതല്ല. നീയൊക്കെ വന്നിട്ട് ഈ വിവരക്കേടുകൾ വിളിച്ച് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി വിഷം കൂടെ അങ്ങോട്ട് തള്ളിവിടുന്ന സമയത്ത് അത് കേട്ട് കണ്ണിളിക്കുന്ന കുറേ വിവരം കെട്ട ജന്തുക്കളുണ്ട് അത് കേട്ടിരിക്കുന്നത്. അവറ്റങ്ങളുടെ ഉള്ളിലോട്ട് തീയിട്ട് കൊടുത്ത് അല്ലെങ്കിൽ സ്പാർക്ക് ഇട്ട് കൊടുത്ത് നീ അങ്ങ് പോവും, അവരങ്ങ് കിടന്ന് കത്തിക്കോളും. നീ അപ്പുറത്ത് പോയിട്ട് നിന്റെ ആശ്രമത്തിലാണെങ്കിൽ എവിടെ വന്നാലും പെണ്ണും പിടിച്ച് കള്ളും കുടിച്ച് ചിക്കനും നിന്ന് ജീവിക്കും. അത്രേ നടക്കുന്നുള്ളൂ. അത് പുറത്ത് കാണുന്നില്ല എന്നുള്ളത് മാത്രം. തീരുന്നില്ല. ഇവന്റെ വിദ്വേഷം ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുക, ചിന്തിക്കൊണ്ടിരിക്കുക. കേക്ക്. പൊട്ടന്മാരാണോ, ബുദ്ധിയില്ലെന്നാണോ ഇവരൊക്കെ വിചാരിക്കുന്നത്? ചിന്തിക്കൂ. നമ്മുടെ അനന്തര തലമുറ നിങ്ങളുടെയൊക്കെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കണമെങ്കിൽ, നിങ്ങളൊക്കെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചവർ അനുഭവിക്കണം എങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ ഭാരതത്തിലെ ജനാധിപത്യം നിങ്ങളെ സംരക്ഷിക്കും. ഈ കഷ്ടപ്പെട്ട്, അതായത് ഹിന്ദു കഷ്ടപ്പെട്ട് അത് ഹിന്ദു തന്നെ അനുഭവിക്കുന്നത്. ഹിന്ദു കഷ്ടപ്പെട്ടത് ഒരു മുസ്ലിമും നമ്മുടെ കേരളത്തിലോ ഭാരതത്തിലോ അനുഭവിക്കുന്നില്ല എന്ന് നീ ആദ്യം ആലോചിക്കണം. നീ കഷ്ടപ്പെട്ടിട്ടില്ല, അതിൻ്റെ ഗുണവും ബലവും നിനക്കാണല്ല. നിന്റെ സ്വത്ത് അപഹരിക്കാൻ ഒരു മുസ്ലിങ്ങളും ഈ രാജ്യത്ത് വരുന്നില്ല, ഒരു രീതിയിലും വരുന്നില്ല.
നീ വഖഫാണ് നീ അതിൻ്റെ ഇടയിലോട്ട് എടുത്തിടുന്നതെങ്കിൽ അതിനുള്ള തീരുമാനങ്ങൾ അങ്ങ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പുറത്തു വരട്ടെ. എന്തോ ഇപ്പോൾ ഒലത്തും എന്നും പറഞ്ഞ് നീയൊക്കെ കൂടെ മൊനമ്പത്തും ബാക്കിയുള്ള സ്ഥലത്തും കാണിച്ച പല വിക്രിയകളും ഉണ്ട്. അതിൻ്റെ അവസ്ഥ എന്തായതിപ്പോൾ നീ നോക്ക്. അതിൻ്റെ അവസ്ഥ അവരൊക്കെ ഇപ്പോൾ ഇറങ്ങിപ്പോയോ? അവർ പുറത്തു വിട്ടോ? ഇല്ല. അതിനുശേഷം നിങ്ങളെന്തോ ചെയ്തു, ഭേദഗതികൾ കൊണ്ട് വന്നിട്ട് വല്ലതും നടന്നു? ഒന്നും ആയിട്ടില്ല. അതവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെ അതിനൊക്കെ കുറേ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ പൊല്ലാപ്പുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു മുസ്ലിമിൻ്റെ അല്ലെങ്കിൽ ഒരു ഹിന്ദുവിൻ്റെയും സ്വത്ത് എടുക്കാൻ മുസ്ലിം വന്നിട്ടില്ല. പിന്നെ നിനക്കൊന്നും സ്വത്തുക്കളില്ല, രാജ്യത്ത് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നില്ല. സത്യം, സംഖ്യയ്ക്ക് വിദ്യാഭ്യാസം കുറവാണ്. നിങ്ങൾ എടുത്തു നോക്കുക, സംഖ്യകൾ വെറും പച്ച ചാണക വിദ്യാഭ്യാസത്തിൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ല. പിന്നെ വേറെ ഒരു കച്ചവടമോ കാര്യങ്ങളോ ചെയ്യാൻ അറിയില്ല, ബിസിനസ് ചെയ്യാനില്ല, വിദേശത്ത് പോയിട്ട് നല്ല ജോലിയോ കാര്യങ്ങളോ വളരെ ചുരുക്കമേ ഉള്ളൂ. ബാക്കിയുള്ളവരിലൊക്കെ ഇവിടെ കിടന്ന് ഈ പറഞ്ഞ നിന്നെ പോലത്തേക്കുള്ള ആസനവും നക്കി തീട്ടവും തിന്ന് മൂത്രവും കുടിച്ച് ജീവിക്കുക. അതുകൊണ്ടാണ് ഗുണമില്ലാത്തത്. നിങ്ങളുടെ സ്വത്ത് അപഹരിക്കാൻ മുസ്ലിങ്ങളൊന്നും വന്നിട്ടില്ല. സ്വയം സ്വത്ത് ഉണ്ടാക്കാൻ പഠിക്കുക. പട്ടിണി കിടന്ന് ചാവുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലുമൊക്കെ നല്ല ബിസിനസ് ചെയ്ത് ആൾക്കാരോടൊക്കെ നല്ല സംസാരിച്ച് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കി അങ്ങനെ നല്ല നല്ല ബിസിനസ്സുകൾ തുടങ്ങി പൈസ ഉണ്ടാക്കി അതുകൊണ്ട് പാവപ്പെട്ടവരെ സഹായിച്ച് ജീവിക്കുക. അതല്ലാണ്ട് കാഷായ വേഷം കെട്ടി തലയിൽ ഇതും കുട്ടി ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കുക ആൾക്കാർക്ക്. നിങ്ങൾ നല്ലത് ചെയ്യും, നിങ്ങൾ തുടങ്ങി ഇത് ചെയ്യുക അത് ചെയ്യുക, അപ്പം നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും എന്ന് പറഞ്ഞു കൊടുക്കുക. അതല്ലാണ്ട് ഞങ്ങളുടെ സ്വത്ത് കൊണ്ടോ നിങ്ങളെ കൊണ്ടുപോയി എന്ത് സ്വത്താണ് നിങ്ങളുടെ കയ്യിലുള്ള? നിൻ്റെ ഒക്കെ കയ്യിൽ എന്ത് ചേമ്പാണുള്ളത്? വല്ല ആശ്രമത്തിലും കിടന്നുകൊണ്ട് നിൻ്റെ കയ്യിൽ നിന്ന് ആരെന്തെടുക്കാനാണ്? ആദ്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്ക്, എന്നിട്ട് പറ എൻ്റെ അത് കൊണ്ടുപോയത്. അല്ലാതെ ഉണ്ടാക്കാണ്ട് അവന്മാരുണ്ടാക്കുന്നത് കണ്ട് പൈസ ഉണ്ടാക്കുന്നത് കണ്ട് ബിസിനസ് കണ്ടിട്ട് അസൂയ മൂത്തിട്ട് നീക്ക് ക്രിമികടി കുടിച്ചിട്ട് ചന്തി ചൊറിഞ്ഞ് അവിടെ ഇരുന്നാൽ മതി. അല്ലാണ്ട് ബാക്കിയുള്ളവരെ മേലോട്ട് ചാടാൻ നിൽക്കരുത്. വല്ലാത്തൊരു ജന്തുട്ടോ അവൻ. ബാക്കി പറഞ്ഞേക്ക്. ഈ ഭാരതത്തിലെ ജനാധിപത്യം നിങ്ങളെ സംരക്ഷിക്കും, നിങ്ങളുടെ മക്കളെ സംരക്ഷിച്ചുകൊള്ളും. ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആനുകൂല്യങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കിട്ടും. ഇവിടുത്തെ സുപ്രീം കോടതി മുതൽ താഴോട്ടുള്ള കോടതികൾ അവർക്ക് വേണ്ടി നിൽക്കും എന്ന് ആരും വിചാരിക്കേണ്ട. കാരണം ഈ കോടതിയൊക്കെ പോകും. ഇവിടെ വരാൻ പോകുന്നത് ശരീഅത്ത് കോടതിയാണെന്ന് അവർ പറയുന്നു. അത് വേണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ. ഇവിടെ വരാൻ പോകുന്നത് മതാധിഷ്ഠിത രാഷ്ട്രമാണെന്ന് അവർ പറയുന്നു. ഞാനല്ല. വേണമോ വേണ്ടയോ, അതിന് അവസരം കൊടുക്കണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ. ഇത്രേ ഉള്ളൂ. ബാക്കി ഞാൻ അങ്ങോട്ടുണ്ടോ എനിക്ക് ഇത്രയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഏതാണെങ്കിലും ചെന്നാൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ രാജ്യത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇവിടെ ശരീഅത്ത് നിയമം വരികയാണെങ്കിൽ അത് 100-300 വർഷം ഇവിടെ മുഗളന്മാർ ഭരിച്ച സമയത്ത് വരണമായിരുന്നു. അന്ന് വന്നിട്ടില്ല. അന്ന് ഇവിടെ ഒന്നും വന്നിട്ടില്ല. ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇത്രയും കാലം ഭരിച്ച സമയത്ത് ഇവിടെ മുസ്ലിങ്ങൾ അങ്ങെത്തി മുസ്ലിങ്ങൾ മാത്രമുള്ള രാജ്യം അതും ഇവിടെ ആയിട്ടില്ല. ഇതിപ്പോഴും ഹിന്ദുക്കൾ തന്നെ 80% വരുന്ന ഹിന്ദുക്കൾ തന്നെയുള്ള രാജ്യമാണ്. അപ്പം ഇവിടെ ഒരു ശരിയ വരാനും പോകുന്നില്ല, ഒരു തേങ്ങയും മണ്ണാങ്കട്ടിയും വരാൻ പോകുന്നില്ല എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു. പിന്നെ അവനൊരു കാര്യം സമ്മതിച്ചു, ഈ രാജ്യത്ത് ജനാധിപത്യം മതേതരത്വമൊന്നുമില്ല. അതില്ലാണ്ടാക്കിയ നീയൊക്കെ ഇപ്പം ഉണ്ടാക്കിക്കൊണ്ട് നീ കഴിഞ്ഞ 11 വർഷം കൊണ്ടാണ് ഈ രാജ്യത്ത് ജനാധിപത്യത്തിനും മതേതരത്തിനും ഒരു വില ഇല്ലാണ്ടായിപ്പോയത്. അത് നീ ഉണ്ടാക്കി നീയാണ്. അപ്പം അതില്ലാണ്ടാക്കണം എന്ന് വേണ്ടി ഏറ്റവും ആഗ്രഹിക്കുന്ന നീയാണ്. മതേതര അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന പിന്തുടരണ്ട എന്ന് പറഞ്ഞത് നിന്റെ തലതൊട്ടപ്പനാണ്. മോഹൻ ഭഗത പറഞ്ഞത് ഭരണഘടനയെ നമ്മൾ പിന്തുടരേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭരണഘടന അതല്ല, ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മനുസ്മൃതി നമ്മളെ എന്താ പറയുക ഈ വിചാരധാരിയാണ് നമ്മുടെ ഭരണഘടന എന്നാ പറഞ്ഞത്. അതിലൊക്കെ എഴുതി വെച്ച ചെറ്റത്തരങ്ങളും തെണ്ടിത്തരങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അപ്പം നിനക്ക് മനസ്സിലാവും. അപ്പം നീ ആ ഭരണഘടന ഫോളോ ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലായി. അപ്പം ഈ രാജ്യത്തെ കോടതികളും ബാക്കി സംവിധാനങ്ങളും അതും നിങ്ങളുടെ കയ്യിൽ തന്നെ, ഞങ്ങളുടെ കയ്യിലല്ല. അല്ലെങ്കിൽ ഒരു മുസ്ലിമിൻ്റെയും ബാക്കി ഒരു മതത്തിൻ്റെയും കയ്യിലല്ല, അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിൻ്റെയും ഒന്നും കയ്യിലല്ല. അതും നിങ്ങളുടെ കയ്യിലാണ്. ഇപ്പം രാജ്യത്ത് ഇനിയിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് NIA വെച്ചിട്ടാണെങ്കിലും ED വെച്ചിട്ടാണെങ്കിലും CBI വെച്ചിട്ടാണെങ്കിലും സുപ്രീം കോർട്ട് വെച്ചിട്ടാണെങ്കിലും സകല സംവിധാനങ്ങൾ വെച്ചിട്ടും രാജ്യത്തിനെ താറുമാറാക്കിക്കൊണ്ടിരിക്കുന്നത് നീയും നിൻ്റെ കൂട്ടരുമാണ്. അപ്പം നീ പറഞ്ഞതൊക്കെ സ്വയം ചിന്തിച്ചു കഴിഞ്ഞാൽ നീയായിട്ട് ചെയ്തു കൂട്ടുന്ന ചെറ്റത്തരങ്ങൾക്കുള്ള ഫലമാണ് ഇപ്പോഴും നീയൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടന്ന് അനുഭവിച്ച് പുഴുത്ത് ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറത്ത് ചിലപ്പോൾ നീ ബസ് ഇറങ്ങി, തിരുനാവാഴ നീ ബസ് ഇറങ്ങി നീ ഈ പറഞ്ഞ ഭാരതപ്പുഴൻ്റെ അടുത്തോട്ട് പോകുന്ന സമയത്തെ ചിലപ്പോൾ നീ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു മുസ്ലിമിൽ തന്നായിരിക്കും. അതല്ല നീ അവിടുന്ന് ഇച്ചിരി ഫ്രൂട്ട്സോ അല്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലുമൊക്കെ ഒരു മുസ്ലിം കണക്റ്റഡ് ആയിരിക്കും. നീ ആ പോകുന്ന വഴി ചുറ്റും അപ്പുറത്തും ഇപ്പുറത്തും ബസ് ഇറങ്ങിയ സമയത്ത് മുസ്ലിങ്ങളായിരിക്കും. നീ സുഖമായിട്ട് പോയില്ലേ? നിന്നെ തൊടാനോ തോണ്ടാനോ നോക്കാനോ ഒരാൾ വന്ന അവിടെ ഇല്ല. അവിടെ എത്ര പേര് വന്നു പോയി? ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ മുസ്ലിങ്ങൾ അത്രയും ഉള്ളൊരു സ്ഥലത്ത് സുഖമായിട്ട് നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഈ നാട്ടിൽ എവിടെ എന്ത് ചെയ്തൂടെ? മലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് മുസ്ലിം എന്ന ഭീകരരുള്ള ആ സ്ഥലത്ത് ഇത്രയും സുഖമായിട്ട് ഒരു കുംഭമേള നടത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്ത് എവിടെ വേണമെങ്കിൽ നിനക്ക് നടത്തിക്കൂടെ? സുഖമായിട്ട് നടത്തിക്കൂടെ? പിന്നെ നീ എന്തിനാ ആരെയെ നീ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ആ പാവപ്പെട്ട ഭക്തരെ. നിൻ്റെ ഉള്ളിലെ വിഷമുണ്ടല്ലോ, അത് നീ തന്നെ കുടിച്ച് ചത്തൊടുങ്ങുന്നതായിരിക്കും നിനക്കൊക്കെ നല്ലത്. അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ള ആൾക്കാരുടെ മനസ്സെങ്കിലും ഒന്ന് സമാധാനത്തോടെ ശാന്തിയോടെയൊക്കെ മുന്നോട്ട് പോട്ടടാ പ്ലീസ്.